മൾട്ടിപ്പിൾ എലമെന്റ്സിനെ വൺ വേരിയബിളായി സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ലിസ്റ്റ്. ലിസ്റ്റിന് ആദ്യം ഒരു പേര് കൊടുക്കണം. നമുക്കിവിടെ എൽ എന്ന് കൊടുക്കാം. സ്ക്വയർ ബ്രാക്കറ്റിൽ കോമ ഇട്ടാണ് ലിസ്റ്റിൽ എലമെന്റ്സ് ആഡ് ചെയ്യുക. സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ് ഇൻവേർട്ടഡ് കോമയിലാണ് കൊടുക്കേണ്ടത്. ഇനി ലിസ്റ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് വൺ, ലിസ്റ്റ്സ് ആർ ഇൻഡെക്സ്ഡ്. ലിസ്റ്റിലെ ഓരോ പൊസിഷനും ഓരോ ഇൻഡെക്സ് ഉണ്ട്. ഫസ്റ്റ് പൊസിഷൻ ഇൻഡെക്സ് 0, സെക്കൻഡ് പൊസിഷൻ ഇൻഡെക്സ് 1, തേർഡ് പൊസിഷൻ ഇൻഡെക്സ് 2 ആൻഡ് സോ ഓൺ. ദെൻ ലിസ്റ്റ്സ് ആർ ഓർഡേർഡ്. 1 ഹലോ എന്ന ലിസ്റ്റും ഹലോ 1 എന്ന ലിസ്റ്റും ഈക്വൽ അല്ല. ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലിസ്റ്റ്സ് ആർ മ്യൂട്ടബിൾ. ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് എലമെന്റ്സ് ആഡ് ചെയ്യാനും ലിസ്റ്റിൽ നിന്നും എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ദെൻ ലിസ്റ്റ്സ് അലോ ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ് ആൾസോ. ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സും ലിസ്റ്റിൽ പോസിബിൾ ആണ്. ഇനി മൾട്ടിപ്പിൾ എലമെന്റ്സിനെ ഒരൊറ്റ വേരിയബിളായി സേവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ട്രക്ചറാണ് ടപ്പിൾ. ടപ്പിളിന് നമുക്ക് ടി എന്ന് പേര് കൊടുക്കാം. ലിസ്റ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തതിനു പകരം ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ലിസ്റ്റിലെ പോലെ തന്നെ കോമ സെപ്പറേറ്റ് ചെയ്താണ് എലമെന്റ്സ് കൊടുക്കേണ്ടത്. അതുപോലെ സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ് ഇൻവേർട്ടഡ് കോമയിലും കൊടുക്കണം. ലിസ്റ്റ് പോലെ തന്നെ ടപ്പിളും ഇൻഡെക്സ്ഡ് ആണ്. ഇൻഡെക്സ് 0, ഇൻഡെക്സ് 1, ഇൻഡെക്സ് 2 ആൻഡ് സോ ഓൺ. ലിസ്റ്റിനെ പോലെ തന്നെ ടപ്പിളും ഓർഡേർഡ് ആണ്. സ്ക്രീനിൽ കാണുന്ന രണ്ട് ടപ്പിളും ഈക്വൽ അല്ല, രണ്ടും രണ്ടാണ്. എന്നാൽ ലിസ്റ്റ് പോലെ ടപ്പിൾ മ്യൂട്ടബിൾ അല്ല, ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് ഒരു ടപ്പിളിലേക്ക് എലമെന്റ് ആഡ് ചെയ്യാനോ ഒരു ടപ്പിളിൽ നിന്നും എലമെന്റ് ഡിലീറ്റ് ചെയ്യാനോ സാധ്യമല്ല.